ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഒരു രാജ്യത്തിന്റെ സ്ഥായിയായ വളർച്ചയ്ക്ക് ചെറുകിട വ്യവസായ മേഖലയുടെ പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മ ചെറുകിട മേഖലയുടെ വികസനത്തിനായി നിരവധി പദ്ധതികളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. എന്നാൽ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ പദ്ധതികളെക്കുറിച്ചുള്ള അറിവ് സമൂഹത്തിന് നൽകേണ്ടിയിരിക്കുന്നു. അതിനായി വ്യവസായ വാണിജ്യ വകുപ്പും ജില്ലാ വ്യവസായ കേന്ദ്രവും കൈകോർക്കുകയാണ്. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. പൊതുജനങ്ങൾക്ക് ജീവൻ സുരക്ഷ നൽകുന്ന LIC ഏജന്റുമാരുടെ ജീവന് സുരക്ഷയില്ലാത്ത അവസ്ഥയാണ് ഇന്നുള്ളതെന്ന് പി കരുണാകരൻ MP. ഇന്നത്തെ യുവതലമുറ സർക്കാർ ഉദ്യോഗം മാത്രം പ്രതീക്ഷിച്ചിരിക്കേണ്ടെന്ന് മേയർ AK പ്രേമജം. സൂക്ഷ്മ ചെറുകിട വ്യവസായ സംരംഭകർക്കായി വ്യവസായ വകുപ്പിന്റെ ഏകദിന സെമിനാർ. ഭരണാധിവർഗത്തിൽ നിന്നും ഉണ്ടാവുന്ന കടുത്ത ആക്രമണത്തെ ശക്തമായി എതിർക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. ശശി. വാർത്തകൾ വിശദമായി. ചെറുകിട സംരംഭകർക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കി വരുന്ന പദ്ധതിയെക്കുറിച്ച് സംരംഭകർക്ക് അറിവ് നൽകുന്നതിനായി ഏകദിന സംരംഭകത്വ സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ വാണിജ്യ വകുപ്പ്, ജില്ലാ വ്യവസായ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന സെമിനാർ മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. വ്യവസായ വാണിജ്യ വകുപ്പ്, ജില്ലാ വ്യവസായ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് കോഴിക്കോട് താലൂക്ക് തല ഏകദിന സംരംഭകത്വ സെമിനാർ സംഘടിപ്പിച്ചത്. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഓരോ മേഖലയിലും സർക്കാർ ഉദ്യോഗത്തിനു വേണ്ടി വാതിലുകൾ മുട്ടുമ്പോൾ അവിടെ ലിസ്റ്റ് തയ്യാറായിരിക്കാം. നിങ്ങൾ ഒരുപക്ഷെ ആ കൂട്ടത്തിൽ ഉണ്ടാവാൻ ചെറുപ്പക്കാരായവർ. പക്ഷേ നിങ്ങൾക്ക് നിയമനം ലഭിക്കണമെങ്കിൽ സർക്കാർ തന്നെ വിചാരിക്കണം നിയമനം നൽകണമെന്ന്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരികളും സർക്കാർ ഉദ്യോഗം ലഭിക്കട്ടെ, നമുക്കതൊരു വലിയ ജീവിത മാർഗമായിരിക്കുമെന്ന് ചിന്തിച്ചാൽ തെറ്റി ഇന്നത്തെ സാഹചര്യം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം. അതുകൊണ്ട് തന്നെ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ സൈമൺ സെക്രിയാസ് അധ്യക്ഷം വഹിച്ചു. കോഴിക്കോട് കനറ ബാങ്ക് LDM K. ഭുവനദാസ്, SPT AGM A. നളിനാക്ഷൻ, KSSIA ജില്ലാ പ്രസിഡന്റ് MA അബ്ദുറഹിമാൻ, ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ MP അബ്ദുൾ റഷീദ്, KT ആനന്ദകുമാർ എന്നിവർ സംസാരിച്ചു. സൂക്ഷ്മ ചെറുകിട സംരംഭകർക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കി വരുന്ന പദ്ധതികളെക്കുറിച്ച് സംരംഭകർക്ക് അറിവ് നൽകുന്നതിനും പുതിയ പദ്ധതികളെക്കുറിച്ചുള്ള ആശയങ്ങൾ പകർന്നു നൽകുന്നതിനും വേണ്ടിയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കനറ ബാങ്ക് ഡിവിഷണൽ മാനേജർ R. ശ്രീകുമാർ, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ചീഫ് മാനേജർ ശ്രീലത സുകുമാർ, ജില്ലാ വ്യവസായ അസിസ്റ്റന്റ് ഓഫീസർ I. ഗിരീഷ്, പഞ്ചാബ് നാഷണൽ ബാങ്ക് മാർക്കറ്റിംഗ് മാനേജർ പ്രിയങ്ക BS, PK രാധ എന്നിവർ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. ഭരണാധിവർഗത്തിൽ നിന്നും നിരന്തരമായി കടുത്ത ആക്രമണം ഉണ്ടാവുന്നതിനെ ശക്തമായി എതിർക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. ശശി. കോഴിക്കോട് നടന്ന ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷന്റെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണാധിവർഗത്തിൽ നിന്നും നിരന്തരമായി കടുത്ത അക്രമമാണ് ജീവനക്കാർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും അതിനെ എന്ത് വില കൊടുത്തും ശക്തമായി എതിർക്കേണ്ടതാണെന്നും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. ശശി പറഞ്ഞു. കോഴിക്കോട് ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ നടന്ന ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷന്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്പദ്ഘടനയിൽ വിദേശ ശക്തികൾ കടന്നുകയറാൻ സഹായിക്കുന്നതിൽ NDA UPA കവച്ചുവെച്ചിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ ഇന്ത്യയുടെ ദേശാഭിമാന പ്രചോദിതനായി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയും BJPയും രാജ്യം ഭരിക്കുമ്പോൾ നമ്മുടെ സമ്പദ്ഘടനയിൽ വിദേശ മൂലധന ശക്തികൾക്ക് കടന്നു കയറാൻ പര്യാപ്തമായ രീതിയിൽ ഈ സമ്പദ്ഘടനയിൽ ആവശ്യമായ ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിൽ UPA കവച്ചു വെക്കുന്ന രീതിയിൽ NDA BJP തയ്യാറായിക്കൊണ്ടിരിക്കുന്ന അവസരം. ജില്ലാ പ്രസിഡന്റ് K. രജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി IV ശശാങ്കൻ, AITUC ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ,
AKSTU ജില്ലാ സെക്രട്ടറി KK സുധാകരൻ മാസ്റ്റർ, KEWF സംസ്ഥാന സെക്രട്ടറി വിനോദ് M, AIBA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലക്ഷ്മിദാസ് PK, CP സദാനന്ദൻ, T രത്നദാസ്, അഹമ്മദ് കുട്ടി കുന്നത്ത് എന്നിവർ സംസാരിച്ചു. പൊതുജനങ്ങൾക്ക് ജീവൻ സുരക്ഷ നൽകുന്ന LIC ഏജന്റുമാരുടെ ജീവന് സുരക്ഷയില്ലാത്ത അവസ്ഥയാണ് ഇന്നുള്ളതെന്ന് P കരുണാകരൻ MP. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഡിവിഷണൽ ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇൻഷുറൻസ് നിയമ ഭേദഗതി ബിൽ പിൻവലിക്കുക, ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപ പരിധി ഉയർത്തുന്നത് തടയുക, പോളിസിയുടെ മേലുള്ള സർവീസ് ടാക്സ് പിൻവലിക്കുക, ഏജന്റുമാർക്ക് പെൻഷൻ അനുവദിക്കുക, ഗ്രാവിറ്റി 10 ലക്ഷമായി ഉയർത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CATയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ എല്ലാ ഡിവിഷണൽ ഓഫീസുകളിലേക്കും മാർച്ച് നടത്തിയത്. കോഴിക്കോട് ഡിവിഷൻ ഓഫീസിലേക്ക് മുതലക്കുളം കേന്ദ്രീകരിച്ച് നടത്തിയ മാർച്ചിൽ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഉൾപ്പെടുന്ന 3000-ഓളം ഏജന്റുമാർ പങ്കെടുത്തു. P കരുണാകരൻ MP മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങൾക്ക് ജീവൻ സുരക്ഷ നൽകുന്ന LIC ഏജന്റുമാരുടെ ജീവന് സുരക്ഷയില്ലാത്ത അവസ്ഥയാണ് ഇന്നുള്ളതെന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ രാജ്യത്തിലെ 15 ലക്ഷത്തോളം വരുന്ന ഏജന്റുമാർ അവിടെ പ്രവർത്തനം. ഇപ്പൊ LIC എന്ന് പറയുന്ന ലൈഫ് ഇൻഷുറൻസ് അല്ലെ, കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ജനങ്ങളെയൊക്കെ ഇൻഷുർ ചെയ്യാണ്. പക്ഷെ നിങ്ങളെ ഇൻഷുർ ചെയ്യാൻ ആരും ഉണ്ടോ? ഏജന്റുമാരെ ഇൻഷുർ ചെയ്യാൻ ആരുമില്ല, പക്ഷെ നിങ്ങളെല്ലാ ആൾക്കാരെയും ഇൻഷുർ ചെയ്യണം. ഡിവിഷണൽ പ്രസിഡന്റ് PM സുധാകരൻ, സോണൽ വർക്കിംഗ് പ്രസിഡന്റ് C നാരായണൻ, ഡിവിഷണൽ സെക്രട്ടറി MK മോഹൻ എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ നാളികേര കർഷക സമിതി നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല നാളികേര കർഷക സംഗമത്തിന്റെ ഭാഗമായി വനിതാ സമ്മേളനവും വനിതാ കമ്മിറ്റി രൂപീകരണവും നടന്നു. നളന്തയിൽ വയനാട് ജില്ലാ പഞ്ചായത്ത് അംഗം A ദേവകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ നാളികേര കർഷക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല നാളികേര കർഷക സംഗമത്തിന്റെ ഭാഗമായി വനിതാ സമ്മേളനവും വനിതാ കമ്മിറ്റി രൂപീകരണവും നളന്ദ ഓഡിറ്റോറിയത്തിലാണ് സംഘടിപ്പിച്ചത്. വയനാട് ജില്ലാ പഞ്ചായത്ത് അംഗം A ദേവകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നാളികേര കർഷക സമിതി ദേശീയ ജനറൽ സെക്രട്ടറി KM സുരേഷ് ബാബു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാധാ ഹരിദാസ് അധ്യക്ഷം വഹിച്ച പരിപാടിയിൽ കൌൺസിലർ CS സത്യഭാമ മുഖ്യപ്രഭാഷണം നടത്തി. തെങ്ങിനെ എല്ലാ തരത്തിലും നമ്മൾ സംരക്ഷിക്കുന്ന, നമുക്ക് നമ്മുടെ ഉപജീവനത്തിന് സംരക്ഷിക്കുന്ന, സഹായിക്കുന്ന ഒരു കൽപ്പവൃക്ഷം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ കൽപ്പവൃക്ഷം എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ കാണുകയാണെങ്കിൽ ഒരു വീട്ടിൽ 5 തെങ്ങുണ്ടെങ്കിൽ ആ 5 തെങ്ങുകൊണ്ട് ഒരു കുടുംബം പുലർത്താൻ. ചടങ്ങിൽ കർഷക അവാർഡ് ജേതാക്കളെ ആദരിച്ചു. നാളികേര കർഷകർക്കുള്ള ഐഡന്റിറ്റി കാർഡ് വിതരണം മുൻ വനിതാ കമ്മീഷൻ അംഗം രുക്മിണി ഭാസ്കരൻ നിർവഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആനന്ദ കനകം, ദേശീയ കൌൺസിൽ അംഗം G മേരി, നാളികേര കർഷക സമിതിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എൽസമ്മ പോൾ, വൈസ് പ്രസിഡന്റ് ശാരദ G നായർ, A ശാന്തകുമാരി, മോളി ജോർജ്, P ശങ്കരൻ നടുവണ്ണൂർ, NVB നായർ, രാമദാസ് വേങ്ങേരി, CS ഷാജി, M പത്മാവതി തുടങ്ങിയവർ സംബന്ധിച്ചു. വെള്ളയിലെ ഹാർബർ പൂർത്തിയാവുന്നതോടെ മത്സ്യബന്ധന മേഖല ഏറെ പ്രതീക്ഷയിലാണ്. ജില്ലയിലെ ബേപ്പൂർ, പുതിയാപ്പ, വടകര, ചോമ്പാല, കൊയിലാണ്ടി ഹാർബറുകൾക്ക് ശേഷം വെള്ളയിലെ ഹാർബർ മത്സ്യബന്ധന വാണിജ്യ മേഖലയ്ക്ക് വൻ നേട്ടമുണ്ടാക്കുമെന്നാണ് കരുതുന്നത്. കോഴിക്കോട് മത്സ്യബന്ധന മേഖല വികസനത്തിന്റെ പാതയിലേക്ക്. നഗരത്തിലെ വെള്ളയിൽ നിർമ്മിക്കുന്ന ഹാർബർ നിർമ്മാണ പദ്ധതി പൂർത്തിയാവുന്നതോടെയാണ് മത്സ്യബന്ധന മേഖല ഏറെ പുഷ്ടിപ്പെടാൻ സാധ്യത. വിവിധ ഭാഗങ്ങളിൽ നിന്ന് വെള്ളയിലെ ഹാർബറിലെത്തുന്ന മത്സ്യബന്ധന ബോട്ടുകൾ വാണിജ്യ വ്യവസായ മേഖലയിൽ നേട്ടം കൊയ്യുമ്പോൾ നിരവധി പേർക്ക് തൊഴിലവസരത്തിലുള്ള വേദി കൂടിയാവും വെള്ളയിലെ ഹാർബർ. ബേപ്പൂർ, കൊയിലാണ്ടി, പുതിയാപ്പ, വടകര, ചോമ്പാൽ എന്നിവ കഴിഞ്ഞാൽ ജില്ലയിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന ഹാർബറാകും വെള്ളയിലേത്. ദേശീയ പാതയോരത്ത് ചേർന്ന് നിൽക്കുന്ന ഈ ഹാർബറിൽ നിന്ന് സംസ്ഥാനത്തിന്റെ മറ്റു ജില്ലകളിലേക്ക് എളുപ്പത്തിൽ മത്സ്യം കയറ്റുമതി ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വെള്ളയിൽ നിന്ന് 39 വഞ്ചികളും 15 ബോട്ടുകളുമാണ് മത്സ്യബന്ധനത്തിന് കടലിൽ പോകുന്നത്. ഹാർബർ എന്ന സ്വപ്നം വെള്ളയിൽ യാഥാർത്ഥ്യമാവുന്നതോടെ മറ്റിടങ്ങളിൽ നിന്നുള്ള നിരവധി ബോട്ടുകളും വഞ്ചികളും തുറമുഖത്തെ സമ്പുഷ്ടമാക്കും. വെള്ളയിൽ ഹാർബർ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പുളിമുട്ട് നിർമ്മാണം ദ്രുതഗതിയിൽ നടന്നുവരികയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെയാണ് ഹാർബർ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ഹാർബർ പൂർത്തിയാവുന്നതോടെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന ബോട്ടുകൾക്ക് പ്രത്യേക ബർത്തിംഗ് സൗകര്യം, വിശ്രമ കേന്ദ്രം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവ സജ്ജമാക്കുന്നുണ്ട്. കൂടാതെ ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് വിവിധ പദ്ധതികളിലൂടെ ഹാർബർ പരിപാലിക്കും. വെള്ളയിലെ ഹാർബർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുന്നതോടെ കോഴിക്കോട് നഗരം വാണിജ്യപരമായ മുന്നേറ്റത്തിന് നാന്ദി കുറിക്കുമെന്ന് പ്രത്യാശിക്കാം. വാർത്തകളിൽ ഇടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ
genuine leather footwear. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം, നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം, നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കരിങ്കൽ ക്വാറികൾ പരിസ്ഥിതി അനുമതി വാങ്ങണമെന്ന ഉത്തരവ് പിൻവലിക്കുക, പുതിയ ക്വാറികൾക്ക് അനുമതി നൽകാതിരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കരിങ്കൽ ക്വാറി കോർഡിനേഷൻ കൺവെൻഷൻ നടത്തി. 100ഓളം പേർ കൺവെൻഷനിൽ പങ്കെടുത്തു. ചെറുകിട കരിങ്കൽ ക്വാറികൾക്ക് പരിസ്ഥിതി അനുമതി വാങ്ങണമെന്ന സർക്കാർ ഉത്തരവ് പിൻവലിക്കുക, പുതിയ ക്വാറികൾക്ക് അനുമതി നൽകാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചെറുകിട കരിങ്കൽ ക്വാറി കോർഡിനേഷൻ കമ്മിറ്റി കൺവെൻഷൻ സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ 5 ജില്ലകളിൽ നിന്നുള്ള 100ഓളം പ്രതിനിധികളാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. സംസ്ഥാന അധ്യക്ഷൻ അബ്ദുൾ കരീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി KM കോയാമു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ജോലി ക്ലാസ്സിന് ഒരു കല്ലിൽ 30 രൂപയാക്കാൻ 1000 രൂപയാണ്. ആ 1000 രൂപ കൊല്ലത്തിന്റെ അടക്കാൻ അടക്കാൻ അത് ജനറൽ കൺവീനർ MK ബാബു, ജില്ലാ സെക്രട്ടറി K അനൂപ്, CK അബ്ദുൾ ലത്തീഫ്, അഡ്വക്കേറ്റ് ഷംസുൽ ഗുദ, ജോയിന്റ് സെക്രട്ടറി ഡേവിസൺ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും തൊഴിലുറപ്പ് പദ്ധതിയിൽ നടപ്പിലാക്കുന്ന പുതിയ കർമ്മ പദ്ധതികളെക്കുറിച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ശശി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയിൽ നടപ്പിലാക്കുന്ന പുതിയ കർമ്മ പദ്ധതികളെക്കുറിച്ച് ജില്ലയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും മെമ്പർമാർക്കും ഉദ്യോഗസ്ഥർക്കും സംഘടിപ്പിച്ച പരിശീലന പരിപാടി നളന്ദ ഓഡിറ്റോറിയത്തിലാണ് സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ശശി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ ആളുകളെയും ബാങ്കിംഗ് ശൃംഖലയിലേക്ക് കൊണ്ടുവരുന്ന അക്കൗണ്ട് തുറപ്പിക്കുന്ന ഒരു പരിപാടി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ ദിശയിൽ ചിന്തിക്കുമ്പോൾ ഏതാണ്ട് 10 കോടിയോളം വരുന്ന കുടുംബങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഈ പദ്ധതിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ VK ദിലീപ് അധ്യക്ഷം വഹിച്ചു. പ്രൊജക്ട് പ്രസിഡന്റ് KM ശശിധരൻ, കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റസാഖ് മാസ്റ്റർ, K വിജയൻ എന്നിവർ സംസാരിച്ചു. സർക്കാരിന്റെ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ടെങ്കിലും തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ഘടകവിരുദ്ധമായ രീതിയിലാണ് പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. പല പ്രദേശങ്ങളിലും തൊഴിലുറപ്പ് പദ്ധതി വിജയകരമാണെങ്കിലും ചില പ്രദേശങ്ങളിൽ പൂർണ്ണ വിജയം നേടാനും സാധിച്ചിട്ടില്ല. ഈയൊരു സാഹചര്യത്തിലാണ് പഞ്ചായത്ത് മെമ്പർമാർക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയിൽ ദുരിതമനുഭവിക്കുന്ന 60% ആളുകൾ നിരന്തരം സമരം ചെയ്യുന്നത് ഭരണകൂടത്തിനെതിരായാണെന്ന് അഡ്വക്കേറ്റ് K ആനന്ദകനകം. DD ഓഫീസിലേക്ക് സമീപം നടത്തിയ പൗരസമാജം കേരളയുടെ കൂട്ട ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഇന്ത്യയിൽ 60% ജനങ്ങൾ പട്ടിണിപ്പാവങ്ങളും ദുരിതമനുഭവിക്കുന്നവരുമാണെന്നും അവർ ന്യായമായി സമരം ചെയ്യുന്നത് ഇവിടുത്തെ അധികാരികളോടാണെന്നും അഡ്വക്കേറ്റ് K ആനന്ദകനകം പറഞ്ഞു. കോഴിക്കോട് DDE ഓഫീസിന് മുന്നിൽ പൗരസമാജം കേരളയുടെ നേതൃത്വത്തിൽ നടന്ന കൂട്ട ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. പാലിനടക്കം വില കൂടിയിരിക്കുകയാണ്, പെട്രോളിന് വില കൂടുകയാണ്. അങ്ങനെ ഈ രാജ്യത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെന്നറിയാതെ കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും ഭരിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്തുകൂട്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾ ഇതാരോട് പറയണം, എവിടെ പോകണം, എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് സാധാരണക്കാരുടെ നേരെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് പൗരസമാജം ഉപവാസ സമരം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ പൗരസമാജം സംസ്ഥാന പ്രസിഡന്റ് രാമദാസ് വേങ്ങരി അധ്യക്ഷത വഹിച്ചു. പൗരസമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി KA ലൈല, VM ചന്ദ്രിക അജേഷ്, P അനിൽ ബാബു, N സുഗീഷ് ബാബു, ബാലകൃഷ്ണൻ മഞ്ചേരി എന്നിവർ സംസാരിച്ചു.
കല്ലായി റോഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നവീകരിച്ച VK കൃഷ്ണമേനോൻ സ്മാരക ബസ് സ്റ്റോപ്പ് നാടിന് സമർപ്പിച്ചു. മേയർ AK പ്രേമജം ബസ് സ്റ്റോപ്പ് ഉദ്ഘാടനം ചെയ്തു. കല്ലായി റോഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നവീകരിച്ച VK കൃഷ്ണമേനോൻ സ്മാരക ബസ് സ്റ്റോപ്പിന്റെ ഉദ്ഘാടനം മേയർ AK പ്രേമജം നിർവഹിച്ചു. മുൻ ഡെപ്യൂട്ടി മേയർ പാലക്കണ്ടി മൊയ്തീൻ ചടങ്ങിന് അധ്യക്ഷം വഹിച്ചു. കൌൺസിലർമാരായ MK സ്വാമിനാഥൻ, സുധാമണി, അഡ്വക്കേറ്റ് AV അൻവർ, PK ലക്ഷ്മിദാസ്, M ഭാഗ്യനാഥ് തുടങ്ങിയവർ സംബന്ധിച്ചു. സേവന വിവരാവകാശ നിയമങ്ങൾ ഉദ്യോഗസ്ഥരെ ഉത്തരവാദിത്തമുള്ളവരാക്കിയെന്ന് സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ ലളിത് ബാബു അഭിപ്രായപ്പെട്ടു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് വടകരയിലും കൊയിലാണ്ടിയിലും നടത്തിയ സേവനാവകാശ നിയമ ശില്പശാലയിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവരാവകാശ നിയമത്തിന് പിറകെ സേവനാവകാശ നിയമവും വന്നതോടെ ഉദ്യോഗസ്ഥർക്ക് സമൂഹത്തോട് നിർബന്ധിത ഉത്തരവാദിത്തം വന്നിരിക്കുകയാണെന്ന് സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ ലളിത ബാബു അഭിപ്രായപ്പെട്ടു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് വടകരയിലും കൊയിലാണ്ടിയിലും നടത്തിയ സേവനാവകാശ നിയമശില്പശാലയിൽ വിഷയം അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. ഈ രണ്ട് നിയമങ്ങൾക്ക് പിറകെ കൈകോർക്കാനുള്ള അവകാശ നിയമം വരാനിരിക്കുകയാണ്. കൂടുതൽ ശിക്ഷണ നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന കേന്ദ്ര സേവനാവകാശ നിയമവും ആലോചനയിലാണ്. ഇതിനകം കേരളം ഉൾപ്പെടെ 19 സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള സേവനാവകാശ നിയമങ്ങൾ ഏകീകരിക്കാനാണ് കേന്ദ്ര നിയമം പരിഗണിക്കുന്നത്. പല ഉദ്യോഗസ്ഥരും ധരിച്ചിരിക്കുന്നത് വിവരാവകാശം പോലെ സേവനാവകാശത്തിലും പ്രത്യേക അപേക്ഷ വേണമെന്നാണ്. ഓരോ ഓഫീസുകളിലും ദൈനംദിനം നൽകി വരുന്ന സേവനങ്ങൾ സേവനാവകാശത്തിന്റെ പരിധിയിലാണ്. എന്നാൽ വിവരാവകാശത്തിൽ അപേക്ഷിച്ചാൽ മാത്രമേ വിവരം നൽകേണ്ടതുള്ളൂ. വിവരാവകാശ നിയമത്തിന് ഏത് വിവരവും ഏത് പൗരനും ചോദിക്കാമെങ്കിൽ സേവനാവകാശത്തിൽ സേവനം ലഭിക്കേണ്ട വ്യക്തിക്ക് മാത്രമേ സേവനം നിഷേധിച്ചാൽ അപ്പീൽ നൽകാൻ അർഹതയുള്ളൂ. വടകര താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന ശില്പശാല CK നാണു MLA ഉദ്ഘാടനം ചെയ്തു. വടകര തഹസിൽദാർ NM പ്രേംരാജ് അധ്യക്ഷം വഹിച്ചു. കൊയിലാണ്ടി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന ശില്പശാല PRD ഡെപ്യൂട്ടി ഡയറക്ടർ T വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടി തഹസിൽദാർ സജീവ് ദാമോദർ അധ്യക്ഷം വഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ VN ദിനേഷ് കുമാർ, KA മോഹനകുമാർ, P പ്രേമൻ, അഡീഷണൽ തഹസിൽദാർ K രവീന്ദ്രൻ എന്നിവരും സംസാരിച്ചു. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷന്റെ വാർഷിക സമ്മേളനം നളന്ദയിൽ സംഘടിപ്പിച്ചു. LIC IAF ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂക്കിൾ ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷന്റെ 28ാം വാർഷിക സമ്മേളനം നളന്ദ ഓഡിറ്റോറിയത്തിലാണ് സംഘടിപ്പിച്ചത്. LIC IAF ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂക്കിൾ ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ മറ്റ് ട്രേഡ് യൂണിയനുകൾ പോലെ പ്രവർത്തിക്കാൻ കഴിയാതെ നിരന്തരമായ ഒരേ മുദ്രാവാക്യങ്ങളിൽ കൂടി ഏറ്റവും പുതിയ പ്രശ്നങ്ങളിൽ നിന്ന് ഉടലുന്ന അവസ്ഥ നമുക്കിപ്പോ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും കേൾക്കുന്നത് പോലെ കയറുകൊണ്ടല്ലാണ്ട് ബന്ധിച്ചിരിക്കുന്ന കുറെ ബന്ധനങ്ങളുടെ നടുവിൽ ജീവിക്കണം. AIL IAF LIC ബ്രാഞ്ച് പ്രസിഡന്റ് K ജയപ്രകാശ് അധ്യക്ഷം വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി MK ശ്രീനാഥ്, ട്രഷറർ M പുരുഷോത്തമൻ, ഏജന്റ്സ് വെൽഫെയർ ഫണ്ട് ചെയർമാൻ K ജയപ്രകാശ്, M രാമദാസൻ, ഉമാ ഉണ്ണി, V അനിൽകുമാർ, തനൂജ നിർമ്മൽ, K ലത എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഏജന്റുമാരുടെ കുട്ടികളെയും 2013 MBRT സെഞ്ചൂറിയൻ പ്രീമിയം ക്ലബ്ബ് നേടിയവരെയും ആദരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വാഹന ജാഥയ്ക്ക് ജില്ലയിൽ സ്വീകരണം നൽകി. 12-ന് മഞ്ചേശ്വരത്ത് ഉദ്ഘാടനം ചെയ്ത ജാഥ കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കിയ ശേഷമാണ് ജില്ലയിലെത്തിയത്. A ശ്രീകുമാറാണ് ജാഥ ക്യാപ്റ്റൻ. അധ്യാപകരും ജീവനക്കാരും നടത്തുന്ന പ്രക്ഷോഭ ജാഥയ്ക്ക് ജില്ലയിൽ ഉജ്ജ്വല വരവേൽപ്പ്. ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാന വാഹന ജാഥയെ ജില്ലാ അതിർത്തിയായ അടിവാരത്ത് നൂറുകണക്കിന് പേർ ചേർന്ന് സ്വീകരിച്ചു. 12-ന് മഞ്ചേശ്വരത്ത് ഉദ്ഘാടനം ചെയ്ത ജാഥ കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കിയാണ് ബുധനാഴ്ച ജില്ലയിലെത്തിയത്. തുടർന്ന് താമരശ്ശേരി മെഡിക്കൽ കോളേജ്, സിവിൽ സ്റ്റേഷൻ, സിറ്റി, കൊയിലാണ്ടി, വടകര എന്നീ കേന്ദ്രങ്ങളിൽ ജാഥ പര്യടനം നടത്തി. അവകാശ സമരങ്ങളോട് നിസ്സംഗത കാണിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വഞ്ചനാപരമായ നിലപാടുകൾക്കെതിരെ സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രതിഷേധമിരമ്പി. വർഗ ബഹുജന സംഘടനകളുടെ വർദ്ധിച്ച പങ്കാളിത്തം സ്വീകരണ കേന്ദ്രങ്ങളെ സജീവമാക്കി. ഭരണാധികാരികൾ പറയുന്നത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നതാണ്. ഞങ്ങളുടെയും ചോദ്യം അത് തന്നെയാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെയാണ് ഉണ്ടായത്? ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആരാണ് ഉത്തരവാദികൾ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സിവിൽ സർവീസ് എന്താണ് എന്നും സിവിൽ സർവീസിന്റെ ധർമ്മം എന്താണ് എന്നുള്ളതും
ഇതിന്റെ ഭാഗമാണ്. ജാഥ ക്യാപ്റ്റൻ NGO യൂണിയൻ ജനറൽ സെക്രട്ടറി A. ശ്രീകുമാർ, KGOA ജനറൽ സെക്രട്ടറി K. ശിവകുമാർ, NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് PHM ഇസ്മായിൽ, KGNA സംസ്ഥാന പ്രസിഡന്റ് P. ഉഷാദേവി, S. സുദർശനൻ, പരശുവയ്ക്കൽ രാജേന്ദ്രൻ, വിനോദ് ബെൻസ്, PK സതീഷ്, AK അബ്ദുൽ ഹക്കീം, NV മത്തായി എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. വടകര കോട്ടപ്പുറമ്പിൽ നടന്ന സമാപന യോഗത്തിൽ AK ബാലൻ അധ്യക്ഷനായിരുന്നു. T. സജിത് കുമാർ സംസാരിച്ചു. 5 വർഷത്വം സംരക്ഷിച്ച് ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, ഇടക്കാലാശ്വാസം അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, അധ്യാപകരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുക, തസ്തികകൾ വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനം ഉപേക്ഷിക്കുക, വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ സംഘടിപ്പിച്ചത്. വ്യാഴാഴ്ച മലപ്പുറം ജില്ലയിൽ ജാഥ പര്യടനം ആരംഭിച്ചു. 31-ന് പാറശാലയിലാണ് സമാപനം. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. KPCC പ്രസിഡന്റ് VM സുധീരൻ നയിക്കുന്ന ജനപക്ഷ യാത്രയുടെ ഭാഗമായി കൊയിലാണ്ടി നിയോജക മണ്ഡലം സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. കൊയിലാണ്ടി CH ഓഡിറ്റോറിയത്തിൽ DCC പ്രസിഡന്റ് KC അബു യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KPCC പ്രസിഡന്റ് VM സുധീരൻ നയിക്കുന്ന ജനപക്ഷയാത്രയുടെ ഭാഗമായി കൊയിലാണ്ടി നിയോജക മണ്ഡലം സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. കൊയിലാണ്ടി CH ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം DCC പ്രസിഡന്റ് KC അബു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നമുക്കറിയാം, എല്ലാ കാലത്തും ഭരണപക്ഷമുണ്ട്, പ്രതിപക്ഷമുണ്ട്. എന്നാൽ സുധീരൻ ഭരണപക്ഷത്തല്ല, പ്രതിപക്ഷത്തല്ല, വർഷങ്ങളായി ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു നേതാവാണ് സുധീരൻ. തികച്ചും വേറിട്ട് നിൽക്കുന്ന, എന്നും വേറിട്ട് നിൽക്കുന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എല്ലാ വിഷയത്തിലും ജനപക്ഷത്ത് നിന്ന് പറഞ്ഞിട്ടുള്ള സുധീരൻ KPCC പ്രസിഡന്റായപ്പോൾ തന്റെ യാത്രയുടെ പേരും ജനപക്ഷ യാത്ര എന്നാക്കി മാറ്റുകയുണ്ടായി. DCC വൈസ് പ്രസിഡന്റ് U രാജീവൻ അധ്യക്ഷനായിരുന്നു. KPCC എക്സിക്യൂട്ടീവ് അംഗം സുരേന്ദ്രൻ, KPCC ജനറൽ സെക്രട്ടറി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് കൊയിലാണ്ടി വിയ്യൂർ അരീക്കൽ താഴെ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച സ്തൂപങ്ങൾ നീക്കം ചെയ്തു. സ്വമേധയാ എടുത്തുമാറ്റാത്തവ കൊയിലാണ്ടി നഗരസഭ പോലീസിന്റെ സാന്നിധ്യത്തിലാണ് നീക്കം ചെയ്തത്. കൊയിലാണ്ടി വിയ്യൂർ അരീക്കൽ താഴെയിലെ റോഡരികിൽ രാഷ്ട്രീയ പാർട്ടികൾ കെട്ടിയുണ്ടാക്കിയ സ്തൂപങ്ങളും ഇരിപ്പിടവും കൊടിമരങ്ങളും നഗരസഭാ അധികൃതരും പോലീസും ചേർന്ന് പൊളിച്ചുമാറ്റി. പൊതുസ്ഥലത്തെ കയ്യേറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് കാണിച്ച് വിയ്യൂർ സ്വദേശിയായ NP മണിയുടെ ഹർജി പ്രകാരം ഹൈക്കോടതി ഇടപെട്ടാണ് കയ്യേറ്റം ഒഴിപ്പിക്കാൻ നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകിയത്. കോടതി നിർദ്ദേശം പരിഗണിച്ച് നഗരസഭാ സെക്രട്ടറി അരീക്കർ താഴെയിലെ റോഡരികിലുള്ള രാഷ്ട്രീയ പാർട്ടി സ്തൂപങ്ങളും ഇരിപ്പിടവും എടുത്തുമാറ്റാൻ നിർദ്ദേശിക്കുകയായിരുന്നു. CPM, കോൺഗ്രസ് പാർട്ടികൾ വിവരം ലഭിച്ചയുടൻ സ്തൂപങ്ങൾ പൊളിച്ചുമാറ്റിയിരുന്നു. മറ്റു പാർട്ടികളുടെ കൊടിമരവും ഇരിപ്പിടവും എടുത്തുമാറ്റാൻ സ്വമേധയാ തയ്യാറാകാത്തതിനെ തുടർന്ന് പോലീസ് സാന്നിധ്യത്തിൽ നഗരസഭാ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ചേർന്ന് പൊളിച്ചുമാറ്റുകയായിരുന്നു. നഗരസഭാ ബിൽഡിംഗ് ഇൻസ്പെക്ടർ രാജൻ, കൊയിലാണ്ടി സ്റ്റേഷനിലെ SI കരുണൻ, BSNL ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നു. ലോക വൈറ്റ് കെയിൻ ദിനം നഗരത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. റഹ്മാനിയ വികലാംഗ വിദ്യാലയം, AWH കോഴിക്കോട് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡും ലയൺസ് ക്ലബ്ബ് എന്നിവയുടെയും ആഭിമുഖ്യത്തിലാണ് വൈറ്റ് കെയിൻ ദിനം ആചരിച്ചത്. പരിപാടിയുടെ ഭാഗമായി നഗരത്തിൽ അന്ധവിദ്യാർത്ഥികളുടെ റാലിയും നടന്നു. കാഴ്ചയില്ലാത്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് സാമൂഹിക ശ്രദ്ധ ക്ഷണിച്ച് വിവിധയിടങ്ങളിൽ വൈറ്റ് കെയിൻ ദിനാചരണം നടന്നു. റഹ്മാനിയ വികലാംഗ വിദ്യാലയവും AWH കോഴിക്കോടും സംയുക്തമായി ലോക വൈറ്റ് കെയിൻ ദിനം ആചരിച്ചു. റാലിയിൽ NSS റഹ്മാനിയ, SPC മോഡൽ സ്കൂൾ, അൽസലാമ കണ്ണാശുപത്രി വിദ്യാർത്ഥികൾ അണിനിരന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ EC ജയശ്രീ, അശോകൻ ആലപ്രത്ത്, A മുഹമ്മദ് കുട്ടി, സുരേഷ് പുത്തലത്ത്, A ജിജേഷ്, TM ഹംസ, ജമീല എന്നിവർ സംസാരിച്ചു. EM സോമൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ P അബ്ദുൽ നാസിർ സ്വാഗതവും MT അബ്ദുൽ ഖാദർ നന്ദിയും പറഞ്ഞു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ യൂണിറ്റും ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണലും വൈറ്റ് കെയിൻ ദിനം ആചരിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ AJ മാത്യു ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് രത്നകുമാർ മല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു.
KFB സംസ്ഥാന സെക്രട്ടറി ഇ രാഘവൻ സന്ദേശം നൽകി. 25 പേർക്ക് ടെക്നോ കെമിക്കൽസ് മാനേജിംഗ് ഡയറക്ടർ വൈറ്റ് കെയിൻ വിതരണം ചെയ്തു. കെ സുജിത്, കാലിക്കറ്റ് സ്കൂൾ ഫോർ ഹാൻഡിക്യാപ്ഡ് പ്രിൻസിപ്പൽ MK അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു. KFB ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് SA നൌഷാദ് സ്വാഗതവും K നാരായണൻ നന്ദിയും പറഞ്ഞു. സെമിനാറിൽ PT മുഹമ്മദ് മുസ്തഫ മോഡറേറ്ററായിരുന്നു. C ഹബീബ് പ്രബന്ധം അവതരിപ്പിച്ചു. K കുഞ്ഞിക്കണ്ണൻ സംസാരിച്ചു. നഗരത്തിൽ വൈറ്റ് കെയിൻ റാലിയും നടന്നു. അസിസ്റ്റന്റ് കമ്മീഷണർ പ്രദീപ് കുമാർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ശിക്ഷക് സദനിൽ നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി CSIയിൽ സമാപിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. ഭക്ഷ്യസുരക്ഷാ ബില്ലിന്റെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ഗവൺമെന്റ് സ്കൂളുകളിലെ 9, 10, 11 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി ഭക്ഷ്യസുരക്ഷാ ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. മലബാർ റീജിയണൽ മത്സരമാണ് ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് സ്കൂളിൽ സംഘടിപ്പിച്ചത്. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്നുമുള്ള സ്കൂൾ തല വിദ്യാർത്ഥികളാണ് മലബാർ റീജിയണൽ മത്സരത്തിൽ പങ്കെടുത്തത്. ഭക്ഷ്യസുരക്ഷയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയത്. ഇത്തരം പരിപാടികളിലൂടെ ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് ഉദ്ദേശിക്കുന്നതെന്ന് അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ CN അനിൽകുമാർ പറഞ്ഞു. വർഗീയത ചെറുക്കുക, പൊതുബോധം സംരക്ഷിക്കുക എന്ന പ്രമേയവുമായി യൂത്ത് ലീഗ് ഒക്ടോബർ 17, 18 തീയതികളിൽ ഗൃഹസമ്പർക്ക പരിപാടി നടത്തും. കോഴിക്കോട്ട് MT വാസുദേവൻ നായരുടെ വീട് സന്ദർശിച്ച് ഉദ്ഘാടനം ചെയ്യും. മണ്ഡലം പഞ്ചായത്ത് തലങ്ങളിൽ 16 ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും. കഴിഞ്ഞ ഓഗസ്റ്റ് 1 ആരംഭിച്ച ക്യാമ്പയിൻ ഡിസംബർ 31 വടകരയിൽ സമാപിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായി കേക്ക് ഉണ്ടാക്കിയതിന്റെ 131ാമത് വാർഷികം 600 അടി നീളമുള്ള കേക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് കേക്കിൻ കാർഡ് പൂരം എന്ന പേരിൽ തൃശൂരിൽ ആഘോഷിക്കും. ഒക്ടോബർ 30, 31 തീയതികളിൽ ലുലു കൺവെൻഷൻ സെന്ററിലാണ് പരിപാടികൾ. ബേക്ക് എക്സ്പോ, അലങ്കാര കേക്ക് മത്സരം തുടങ്ങിയവയും ഉണ്ടാകുമെന്നും ബേക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. അന്ധവിശ്വാസ ദുരാചാര നിർമ്മാർജ്ജന നിയമത്തെക്കുറിച്ച് വിശദീകരിക്കാൻ കേരള യുക്തിവാദി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അന്ധവിശ്വാസ നിർമ്മാർജ്ജന വാഹന ജാഥ നടത്തും. ഒക്ടോബർ 16 മുതൽ 30 വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കാണ് യാത്ര. KYS സംസ്ഥാന രക്ഷാധികാരി U കലാനാഥൻ ജാഥ നയിക്കും. സംഗീത സംവിധായകൻ K രാഘവൻ മാസ്റ്റർക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ട് മധുരമീ ജീവിതം എന്ന സംഗീത സായാഹ്നം സംഘടിപ്പിക്കും. ഒക്ടോബർ 18 ശനിയാഴ്ച ടാഗോർ സെന്റിനറി ഹാളിലാണ് പരിപാടി. ചലച്ചിത്രതാരം ബാലചന്ദ്ര മേനോൻ ഉദ്ഘാടനം ചെയ്യും. രാഘവൻ മാസ്റ്ററുടെ ആരാധകരും സുഹൃത്തുക്കളുമാണ് സംഗീത സായാഹ്നം ഒരുക്കുന്നത്. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവരുടെ പ്രത്യേക വിദ്യാഭ്യാസം, പുതിയ കാഴ്ചപ്പാടുകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒക്ടോബർ 18 കൺവെൻഷൻ നടത്തും. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടക്കുന്ന കൺവെൻഷനിൽ വിദഗ്ധർ സംബന്ധിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊതുജനങ്ങൾക്ക് ജീവൻ സുരക്ഷ നൽകുന്ന LIC ഏജന്റുമാരുടെ ജീവന സുരക്ഷയില്ലാത്ത അവസ്ഥയാണ് ഇന്നുള്ളതെന്ന് P കരുണാകരൻ MP. ഇന്നത്തെ യുവതലമുറ സർക്കാർ ഉദ്യോഗം മാത്രം പ്രതീക്ഷിച്ചിരിക്കേണ്ടെന്ന് മേയർ AK പ്രേമജം. സൂക്ഷ്മ ചെറുകിട വ്യവസായ സംരംഭകർക്കായി വ്യവസായ വകുപ്പിന്റെ ഏകദിന സെമിനാർ. ഭരണാധിവർഗത്തിൽ നിന്നും ഉണ്ടാവുന്ന കടുത്ത ആക്രമണത്തെ ശക്തമായി എതിർക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ശശി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.